ചെല്ലുമ്പോ അല്ലാഹുവേ പാതിരാത്രി 1 മണി വരെ ഞാൻ വഅദ് കേട്ടു പഠിച്ചവന്, പക്ഷേ സുബഹി നമസ്കരിക്കാൻ പറ്റിയില്ല. അല്ലാ പടച്ച റബ്ബിന്റെ മുന്നിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ചെറുപ്പക്കാരാ. ഉമർ തങ്ങൾ പറയുകയാ കാരണമില്ലാതെ മുടക്കിയാൽ, കാരണമില്ലാതെ ഒരു വഖത്ത് നിസ്കാരം മുടക്കിയ അവൻ ദീനിന് പുറത്ത. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ കാരണം? നമ്മൾ താത്തമാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് മീൻ വെട്ടിക്കഴിഞ്ഞാൽ കുളിക്കാതെ നിസ്കരിക്കാൻ പാടില്ല, അതുകൊണ്ടാ ലോഹർ അസർ വരെ എത്തിക്കുന്നത്. അതാ അവര് കാണുന്ന കാരണം. അടുക്കളയിൽ കരി പറ്റിക്കഴിഞ്ഞാൽ, ചോറ് വെക്കുമ്പോ കരി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കണം. അപ്പൊ പലരും ഇങ്ങനെ പല കാരണങ്ങൾ. ഈ സംഘാടകർ ഉസ്താദ് മഴയും കസേരൊക്കെ ആയിരുന്നു, മഗ്രിബ് നടന്നു, ഇശായി നടന്നു, പോകാൻ പറ്റിയില്ല. കാരണമാണോ? അല്ല. എന്തേ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, രോഗം പിടിച്ചു കിടക്ക. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഈ രോഗം പിടിച്ചു കിടക്കണ കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പായ്ക്ക് നിസ്കാരം നിർബന്ധമാണോ? അല്ലേ? അത് ചിന്തിച്ചാൽ മതിയല്ലോ. നിന്റെ വാപ്പ ഉണ്ട്, നിന്റെ ഉമ്മയുണ്ട്, രോഗം പിടിച്ചിട്ട് ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിന്റെ വാപ്പായ്ക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? നിന്റെ കാര്യം പോട്ടെ, ഉണ്ടോ ഇല്ലേ? നമുക്കെല്ലാവർക്കും അറിയാമുണ്ട്. കാരണം നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം. ഇനി ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, മദ്ഹബുകൾ ഷാഫിയാകട്ടെ ഹനഫിയാകട്ടെ മദ്ഹബുകൾ എടുത്തു നോക്കുമ്പോൾ മഹാന്മാര് പറയുന്നു, കിടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ ഇങ്ങനെ അനക്കണം അത്രേ. അതിന് പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. മരിക്കാൻ കിടക്കുന്നവൻ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദര, നമ്മളിൽ എത്ര പേർക്ക് അതുള്ളേ? ഇതാരാ പറഞ്ഞത്? നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിക്കേണ്ട കാര്യമല്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന് ഹജ്ജിന് പോയി. അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞു. അവസാനം വിടവാങ്ങലിന്റെ തവാഫ് നടത്തി. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ഉമർ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താ ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ശഹാദതൻ ഫീ സബീലിക വമൗതതൻ ഫീ ബലദി നബീക. അല്ലാഹുവേ, എനിക്ക് മരിക്കുമ്പോ ഷഹീദായി മരിക്കണം തമ്പുരാന്. നിന്റെ ദീനിന് വേണ്ടി പോരാടിയവരെ പോലെ മരിക്കുമ്പോ ഷഹീദാകണം തമ്പുരാന്. എവിടെ കിടന്ന് ഷഹീദാകണമെന്നറിയുമോ? അവിടെ നിന്ന് ഉമർ തങ്ങൾ ദുആ ചെയ്യുകയാ, മുത്തുനബിയുടെ നാട്ടിൽ കിടന്ന് മരിക്കണം തമ്പുരാന്. ഈ ദുആ കേട്ടപ്പോഴാണ് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു പോയത്. കാരണം മദീനയിൽ യുദ്ധമില്ലല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാട്ടില് യുദ്ധം ചെയ്യാറില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഷഹീദാകുന്നത്? പടച്ചവനെ, ഉമർ തങ്ങളെ മക്കയിൽ നിന്ന് മടങ്ങി വന്നു, മദീനയിലേക്ക് കടന്നു വന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് കയറി. എന്നിട്ട് ഉമർ തങ്ങൾ പറയുകയാ, ഊസീകും ബിത്തഖ്വല്ലാഹ്. അവിടുന്ന് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, എന്റെ മരണമെടുത്തു സ്വഹാബാ, എനിക്ക് പോകാ സമയമായി സ്വഹാബാ. ഉമർ തങ്ങൾ അവിടെ നിന്ന് യാത്ര പറയുകയാണ്. പടച്ചവനെ, ജുമാ നമസ്കാരം കഴിഞ്ഞു, അസറും മഗ്രിബും ഇശായും കഴിഞ്ഞു. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പള്ളിക്കകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് കടന്നു വരികയാണ്. ഇമാമായി നിൽക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടുന്ന് കത്തിയങ്ങ് കുത്തിയിറക്കുകയാ. ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തിയങ്ങ് കുത്തിക്കേറ്റുകയാണ്. പടച്ചവരെ, ഉമർ തങ്ങൾ പിടയുകയാണ്. പള്ളിയിലെ ഇമാമ് കുത്തുകൊണ്ട് മിഹ്റാബിലേക്ക് വീഴാൻ തുടങ്ങുമ്പോ ഇവൻ ഇറങ്ങി ഓടുകയാണ്. അതാ ഓടുന്ന വഴിയിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബികളുണ്ടല്ലോ,
അവരാരും തടഞ്ഞില്ല. നിസ്കരിച്ചു കൊണ്ടിരുന്ന 6 7 സ്വഹാബത്ത് അവരുടെ അടിവയറ്റിലേക്ക് കത്തി കയറ്റി കെട്ടാ പോയത്. അവരെയും കുത്തി മലർത്തി കെട്ടാണ് ഇറങ്ങി ഓടിയത്. പക്ഷേ അതാ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഇമാമിനെ കണ്ണിന്റെ മുന്നിലിട്ട് കുത്തി മലർത്തുകയാ. അതാ തന്റെ കൂടെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സഫില് തന്റെ ചാരത്തിരുന്ന സ്വഹാബികളെ കുത്തുകൊണ്ട് താഴെ വീഴുകയാണ്. പക്ഷേ ഒരാള് മൂടിയില്ലടാ ചെറുപ്പക്കാരാ. ഒരാളും ഭയന്നില്ല, ഒരാളും നിലവിളിച്ചില്ല. കുത്തുകൊണ്ട് താഴെ വീണവനെ പിടിക്കാൻ ആരും തയ്യാറായില്ല. കാരണം അവർ എവിടെയാ നിൽക്കുന്നതെന്നറിയുവോ? നിനക്കതിന്റെ വിലയറിയണമെങ്കിൽ പള്ളിയിലെ ഇമാമ് കുത്തുകൊണ്ട് ജീവന് വേണ്ടി കണ്ണിന്റെ മുന്നിൽ കിടന്ന് പിടയുകയാ. അടുത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബികൾ പടച്ചവനെ രക്തത്തിൽ കുളിച്ച് താഴെ വീഴുകയാണ്. ഒരാളും അനങ്ങിയില്ല. കാരണം നിൽക്കുന്നത് എവിടെയെന്നറിയുവോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലികുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ചുറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. കൈകെട്ടിയിട്ട് എന്തേ പറഞ്ഞത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി. സർവ്വതും പടച്ചവനെ നിനക്കുള്ളതാണ്. അല്ലാഹുവിന്റെ മുന്നിൽ കരാർ ചെയ്തവരാ, അല്ലാഹുവിന്റെ മുന്നിൽ സത്യം ചെയ്തവരാ. അതുകൊണ്ട് ഒരാൾ മനങ്ങിയില്ല. എല്ലാവരും കൈകെട്ടി അതുപോലെ തന്നെ നിൽക്കുകയാ. ഉമർ തങ്ങൾ എന്തേ ചെയ്തതെന്നറിയുമോ? അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പഠിക്കണമടാ ചെറുപ്പക്കാരാ, പഠിക്കണം. അങ്ങനെ സംഭവിച്ചാൽ എന്തേ ചെയ്യേണ്ടത്? ഉമർ തങ്ങളെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ. അതാ തന്റെ പുറകിലെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബികളുണ്ടല്ലോ, ആ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അതാ മുന്നിലേക്ക് കയറുകയാണ്. ഉമർ തങ്ങൾ നിന്ന സ്ഥലത്തേക്ക് കയറി അങ്ങ് നിൽക്കുകയാ. പടച്ചവരെ, ആ സ്വഹാബിയുടെ കാലിന്റെ ചുവട്ടില് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയുണ്ടല്ലോ, തന്റെ കാലിന്റെ ചുവട്ടിൽ കിടന്നിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും ആ സ്വഹാബി അനങ്ങിയില്ല. ആ സ്വഹാബിയതാ നമസ്കാരം അവിടെ നിന്ന് പൂർത്തീകരിക്കുകയാ. സലാം വീട്ടി കഴിഞ്ഞപ്പോ ഉമർ തങ്ങൾ ബോധമില്ലാതെ കിടക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചിട്ട് ശരീരത്തിലെ രക്തം മുഴുവനും വയറ്റിലൂടെ പോകുകയാണ്. ഉമർ തങ്ങൾ ബോധമില്ലാതെ കിടക്കുമ്പോ സ്വഹാബികൾ എല്ലാവരും അടുത്തു വന്നു. ഉമർ തങ്ങളെ വിളിക്കുകയാ. എന്തിനാ? വല്ല ഉപദേശവും നൽകിയാലോ, മരിക്കുന്നതിന് മുമ്പ് വല്ല നസീഹത്തും നൽകിയാലോ. എത്ര വിളിച്ചിട്ടും ഉമർ തങ്ങൾ എഴുന്നേക്കുന്നില്ല, എത്ര വിളിച്ചിട്ടും ഉമർ തങ്ങൾ എഴുന്നേക്കുന്നില്ല. ആ സമയമുണ്ടല്ലോ, പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉമർ തങ്ങളുടെ പൊന്നാര മകനുണ്ടല്ലോ, തന്റെ വാപ്പയാണ് ഇമാമ്. വാപ്പാനെ കുത്തിമലർത്തിയിട്ട് പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് മരണത്തോട് മല്ലടിക്കുമ്പോഴും ആ പൊന്നുമകന് പുറകിൽ നിന്ന് നമസ്കരിക്കുകയാ. ആ സ്വഹാബി ഉണ്ടല്ലോ, എല്ലാവരും ഉമർ തങ്ങളെ വിളിച്ചു. എഴുന്നേക്കാതെ വന്നപ്പോ ഈ മകൻ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ ഉപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുവോ? എന്റെ വാപ്പാടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞാ മതി. എന്റെ വാപ്പാടെ ബോധമില്ലാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന എന്റെ വാപ്പയായ ഉമറുണ്ടല്ലോ, ആ ഉമർ തങ്ങളുടെ ചെവിയിൽ ഞാൻ പറയുന്ന രഹസ്യമൊന്നു പറ. എന്താ മോനെ പറയേണ്ടത്? എന്റെ വാപ്പാടെ ചെവിയിൽ പറ, നമസ്കരിക്കാ സമയമായെന്ന്, നമസ്കരിക്കാ സമയമായെന്ന്. സ്വഹാബത്ത് പറയുമ്പോ
മരണത്തോട് മല്ലടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഉമർ തങ്ങളുടെ ചെവിയിൽ, ഉമറേ നമസ്കരിക്കാ സമയമായി ഉമറേ. നിസ്കാരമെന്ന് കേൾക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് നിസ്കാരമെന്ന് കേൾക്കുമ്പോ അവിടുന്ന് പിടഞ്ഞെഴുന്നേക്കുകയാ, ഞെട്ടിയവിടുന്ന് എഴുന്നേക്കുകയാ. എന്നിട്ട് ആദ്യം ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? സഹാബാ, സുബഹി നമസ്കാരം നിങ്ങൾ പൂർത്തീകരിച്ചോ സഹാബാ? സ്വഹാബികൾ പറഞ്ഞു, നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ്. എന്നെ കുത്തിയത് മുസ്ലിമാണോ? അല്ല. അൽഹംദുലില്ലാഹ്. ഈ ഉമർ തങ്ങളാ പറയുന്നത്, കാരണമില്ലാതെ ഒരു വഖത്ത് നിസ്കാരം കളയാക്കിയാല് മനസ്സിലാക്കണം. പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഇമാമ് ഒരുത്തൻ കത്തിയും കൊണ്ടുവന്ന് പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഇമാമിനെ കുത്തി മലർത്തി, ഒന്നാം സഫിൽ നിന്ന 4-5 കുത്തി മലർത്തിയിട്ട് ഇറങ്ങിപ്പോയി. നമ്മളാണെങ്കിൽ ആലോചിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇമാമും മരണത്തോട് മല്ലടിച്ച് മുന്നിൽ കിടക്കുമ്പോഴും ആ സഹാബികൾ ഇങ്ങനെ നിൽക്കുക, ഒരാൾ പോലും അനങ്ങിയില്ല, ഒരാൾ പോലും. കാരണം എന്തേ? അവർ അള്ളാനോട് കരാറ് ചെയ്തതാ, പടച്ചവനെ എന്റെ സർവ്വതും എന്റെ ജീവനും നിനക്കുള്ളതാ അല്ലാഹ്. ഒറ്റ ഒരാളും അനങ്ങിയില്ല. ഉമർതങ്ങളും മരണത്തോട് മല്ലടിച്ചു പള്ളിയുടെ മിഹ്റാബി വീഴുമ്പോഴും വിളിച്ചു പറഞ്ഞു, സഹാബ ആരെങ്കിലും കേറിയിട്ട് ഇമാമത്തിക്കാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹാബി കയറി നിസ്കരിക്കാൻ നിൽക്കുക, തന്റെ കാലിന്റെ മുന്നിൽ കിടന്നിട്ട് പിടയ ഉമർതങ്ങള്. അപ്പോഴും നമസ്കരിച്ചു. സഹോദര, അതാണ് നിസ്കാരം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന വാപ്പയെ വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ ആ പള്ളിക്കകത്തിരിക്കുന്ന സ്വന്തം മോൻ പറഞ്ഞു കൊടുക്ക, എന്റെ വാപ്പാടെ ചെവിയിൽ നിസ്കരിക്കാൻ സമയമായി എന്ന് പറ, ഇപ്പൊ എഴുന്നേക്കൂന്ന്. നിസ്കരിക്കാൻ സമയമായി നിന്ന് പറഞ്ഞു നോക്കാൻ. അതാ മക്കള്. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ തങ്ങളുടെ ചെവിയിലങ്ങിട്ട് പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റിട്ട് ആദ്യം ചോദിച്ചത് എന്നെ ആശുപത്രി കൊണ്ടുപോകാനല്ല, ആദ്യം ചോദിച്ചത് നിങ്ങൾ നിസ്കരിച്ചോ? എന്റെ കാര്യം പോയി, നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചോ? നിസ്കാരം പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാഹ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എത്ര ചരിത്രം കേട്ടാലും വല്ല മാറ്റം ഉണ്ടോപ്പാ? എത്ര ചരിത്രം കേട്ടാലും എനിക്കോ നിങ്ങൾക്കോ വല്ല മാറ്റമുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വഅലില്ലാത്ത ഏതെങ്കിലും മൊബൈൽ ഉണ്ടോ ചങ്ങാതി? എല്ലാവരുടെ മൊബൈലിന്റെ അകത്തും വഅലുണ്ട്. ഏതെങ്കിലും ഉസ്താദ്, ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ വഅലില്ലാത്ത മൊബൈൽ ഉണ്ടോ? എല്ലാവരുടെ മൊബൈലിന്റെ അകത്തും വഅലുണ്ട്. എന്തേ നന്നാകാത്തെ? പലരും പറയുന്നത്, ഉസ്താദെ വഅല് കേട്ടിട്ടാ ഉറങ്ങണേ. അതാ പറയാ. പലരും പറയും, ഉസ്താദ് നിങ്ങളുടെ വഅല് കേട്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വഅല് കേട്ടാ ഉറക്കം വരുന്ന ഞാൻ മനസ്സിലാക്കണേ. ഇപ്പൊ ആൾക്കാർ ഉറങ്ങുന്നത് വഅല് കേട്ടിട്ടാ. പണ്ട് പാട്ട് കേട്ടിട്ടായിരുന്നു, ഇപ്പൊ വഅല് കേട്ടിട്ടാ ഉറങ്ങാ. എന്തേടാ മോനെ ചോദിക്കാറുണ്ടല്ലോ, ഉസ്താദെ എന്തേ നന്നാകാത്തെ? എത്ര വലിയ ഉപദേശം കേട്ടാലും വഅലാകട്ടെ മരണമാകട്ടെ, നിങ്ങൾ ചിന്തിക്ക്. ഈയുടെ സ്വന്തം വാപ്പ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പ, ഈ വാപ്പ വീടിന്റെ അകത്ത് ചിലപ്പോ എഴുന്നേറ്റിരുന്ന് നിസ്കരിക്കും. മോൻ ആരോഗ്യമുള്ളവനാ, കണ്ടാ പോലും അവൻ തിരിഞ്ഞു നോക്കും. ആയിരിക്കും രോഗം പിടിച്ചു കിടക്കണ വാപ്പ പോലും എഴുന്നേറ്റ് നിസ്കരിക്കും. ഈ വാപ്പായ്ക്ക് ഒളിവെടുത്തു കൊടുക്കുന്ന ആരാ? ഉമ്മ. ഭർത്താവിന് ഒളിവെടുക്കാനുള്ള സൗകര്യം വെള്ളം വരെ എടുത്തു കൊടുക്കുന്നത് ഭാര്യ. എന്നിട്ട് ഭർത്താവിന് നിസ്കരിക്കും. ഈ ആരോഗ്യമുള്ള പെണ്ണുമ്പോൾ നിസ്കരിക്കില്ല. എന്തേ അതിന്റെ കാരണം? എന്റെ സഹോദര, നമ്മുടെ ഹൃദയം കരിങ്കല്ല് പോലെയായി. കരിങ്കല്ല, അതിനേക്കാളും വലിയ കല്ല്. ബൽഹും അല്ലല്ലെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? മനുഷ്യന്റെ ഹൃദയം കരിങ്പാറയേക്കാൾ കട്ടിയായി പോകുന്നു. എത്ര നന്മ കെട്ട നോക്കടാ, സ്വന്തം മകളുടെ പ്രായമുള്ള പിഞ്ചുമക്കളെ പീഡിപ്പിക്കുന്നില്ലേ? കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ടവര്, ഒരു പെൺകുട്ടിയെ കിളക്കണ കോടാലി എടുത്തിട്ട് തല്ലി കൊന്നിട്ടാ പീഡിപ്പിക്കണേ. ആലോചിക്കേ എവിടെ എത്തിയെന്ന്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഈ ഇരുകാലികൾ 4 മതപ്പതിച്ചു പോകും. അങ്ങനെ ഒരു കാലമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ഇവന്റെയൊക്കെ ഹൃദയം ഇങ്ങനെ ആയിപ്പോയത്? ചുമ്മാ അള്ളാന്റെ ഖുർആൻ വെറുതെ അല്ലല്ലോ പറഞ്ഞത്. ചിന്തിക്കാത്തത് എന്തേ? ഞാനും ചോദിക്കുക, എന്തേ ചിന്തിക്കാത്ത? എന്തട എത്ര കേട്ടാലും എനിക്കും നിങ്ങൾക്ക് നന്നാകാൻ തോന്നാത്തത് എന്തേ? അതിന്റെ കാരണം എന്തെന്നറിയുമോ? ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. ഇത് കേട്ട് കഴിയുമ്പോ തിരിയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
ഈ ചരിത്രം അങ്ങോട്ട് കേട്ടു. ഉസ്താദെ, മരണവും ഖബറും, കൊച്ചുകുട്ടികള്, ക്യാൻസർ രോഗികള്, കൈയില്ലാത്തവൻ കാലില്ലാത്തവൻ നിസ്കരിക്കുന്നല്ലോ. മൊബൈലിലൊക്കെ ഫോട്ടോ കണ്ടിട്ടില്ലേ? കയ്യും കാലുമില്ലാത്ത വികലാംഗം പോലും നിസ്കരിക്കുന്നു. ആരോഗ്യമുള്ള നമ്മളൊക്കെ ഇങ്ങനെ അടക്കാം. പ്രായമുള്ള വാപ്പമാര് പള്ളി നിസ്കരിക്കാൻ വരും. ഈ റോഡിന്റെ ചാരത്ത് വായി നോക്കിയിരിക്കും. പോകാറുണ്ടോ? പോകില്ല. എന്തിനീ ഇങ്ങനെ ആയിപ്പോയത്? ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയാ. ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറഞ്ഞു തരികയാണ്. ഈ ചരിത്രം വെറുതെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാറുള്ളതല്ല. ഈ വഅദ് സിറാജിനുള്ള വഅദാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള വഅദാണ്. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങേണ്ട വഅദാണ്. ഈ ചരിത്രം നിങ്ങൾ സാധാരണ പോലെ കരുതരുത്. മഹാനായ ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ. അവിടെ ഇമാം റാസി തങ്ങൾ പറയുകയാ, കാനത് ഇംറഅത്തുൻ തസീഹു ഫീ സിഖഖിൽ മദീന. മദീനയിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് മദീനയിലൂടെ ഓടി നടക്കുകയാണ്. എന്തേ വിളിച്ചു ചോദിക്കുന്നത്? ദല്ലൂനി അലാ മുഹമ്മദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? മുത്തുനബി എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടൊരു പെണ്ണ് നടക്കുകയാ. അല്ലാഹുവേ, സ്വഹാബത്തുകൾ കാണിച്ചു കൊടുത്തു. പെങ്ങള് ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകർ, ആയിരിക്കുന്നതാണ് മുത്തുനബി, ആയിരിക്കുന്നതാണ് മുത്തുനബി. കാണിച്ചു കൊടുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാ. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പാപം അല്ലാഹു പുറത്തു തരുവോ? എന്റെ പാപം അല്ലാഹു പുറത്തു തരുവോ? എനിക്ക് തൗബയുണ്ടോ നബിയേ? എനിക്ക് തൗബയുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്ന് നിലവിളിക്കുമ്പോ മുത്തുനബി ചോദിക്കുന്നു, പെണ്ണേ, നീയൊന്ന് കരച്ചിൽ നിർത്തുമോ? നിന്റെ നിലവിളിയൊന്ന് നിർത്തുമോ? എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? പൊറുക്കാൻ കഴിയാത്ത എന്ത് പാപമാണ് നീ ചെയ്തത്? ഒന്ന് സമാധാനത്തോടുകൂടി എന്ന് പറയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയാൽ വർഷങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. പോയി കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞേ മടങ്ങി വരാറുള്ളൂ. അങ്ങനെ എന്റെ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോ ഇന്നി സനൈതു യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. തന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോൾ തന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ ഞാനൊരു അന്യപുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ. ആ പെണ്ണവിടെന്ന് പറയുകയാ, ഞാൻ വ്യഭിചരിച്ചു. ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ഞാനവിടെന്ന് ഗർഭിണിയായി. കുഞ്ഞിനെ ഞാൻ കൊന്നു കളഞ്ഞില്ല, അവിടെന്ന് കലക്കി കളഞ്ഞില്ല. ആരും അറിയാതെ ഞാൻ എന്റെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു. യാ റസൂലല്ലാഹ്, ഒരാളും അറിയാതെ പടച്ചവനെ തന്റെ വീടിന്റെ പരിസരത്തു മറ്റു വീടുകളില്ല. ആരും അറിയാതെ കൊണ്ട് നടന്നടാ ചെറുപ്പക്കാരാ. ആരും അറിയാതെ ഗർഭിണിയായി ചുമന്നുകൊണ്ട് നടന്നു. 9.5 മാസം കഴിഞ്ഞപ്പോ ഞാനവിടെന്ന് പ്രസവിച്ചു നബിയേ. ഒരാൺകുഞ്ഞിനെ അവിടെന്ന് ജന്മം കൊടുക്കുകയാ. അവിടെന്ന് ഒരാൺകുഞ്ഞിന് ജന്മം കൊടുത്തു. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചു. അതാ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ പിഞ്ചു കുഞ്ഞിന്റെ കഴുത്തു ഞെരിച്ചു. ഞാനങ്ങ് കൊന്നുകളഞ്ഞു നബിയേ. ആ ചോരക്കുഞ്ഞിന്റെ കഴുത്തങ്ങ് ഞെരിക്കുകയാണ്. ആ കുഞ്ഞിനെ അവിടെ നിന്ന് കൊന്നുകളയുകയാണ്. എന്നിട്ട് ചെയ്തതെന്തെന്നറിയോ?
ആ കുഞ്ഞിന്റെ മയ്യത്ത് എന്തേ ചെയ്തതെന്നറിയുമോ? ആ പെണ്ണ് പറയുന്ന നബിയേ, ആ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? സുറുക്ക കച്ചവടം നടത്തുന്നവളാ. എടാ, സുറുക്ക കച്ചവടം ഇന്നൊക്കെ വാറ്റുചാരായമുണ്ടാക്കുമല്ലോ. പടച്ചവനെ, പഴവർഗ്ഗങ്ങള് ഭൂമിയിലടിയിൽ കുടിച്ചിട്ട് ഏറ്റവും കൂടുതൽ വീര്യമുള്ള ലഹരിയാക്കിയെടുക്കുമല്ലോ. അതുപോലെ പവർ കൂടിയ, അതാ പവർ കൂടിയ സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. ആ പെണ്ണ് പറയുകയാ, ആ പെണ്ണതാ ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ, ഏറ്റവും കൂടുതൽ പവർ കൂടിയ, ഏറ്റവും കൂടുതൽ പവർ കൂടിയ ഒരു സുറുക്കയുടെ കുപ്പിക്കകത്തേക്ക് ആ കുഞ്ഞിന്റെ മയ്യത്തെടുത്തിടുകയാ. ആ കുഞ്ഞിന്റെ മയ്യത്തുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ പവർ കൂടിയ ഒരു സുറുക്കയുടെ കുപ്പിക്കകത്തിട്ട് അടച്ചു വെക്കുകയാണ്. റബ്ബേ, അതിനകത്ത് കിടന്ന് അളിയുകയാ. അതിനകത്ത് കിടന്നിട്ട് കുഞ്ഞിന്റെ ഇറച്ചികൾ മുഴുവനും അതിലേക്ക് ഇങ്ങനെ അലിയുകയാണ്. പടച്ചവരെ, ദിവസങ്ങൾ കഴിഞ്ഞു. കുഞ്ഞിന്റെ ഇറച്ചി മുഴുവനും വെള്ളത്തിന്റെ അകത്തേക്ക്, സുറുക്കകത്തേക്ക് അലിഞ്ഞു ചേർന്നു. അല്ലാ, ആ പിഞ്ചു കുഞ്ഞിന്റെ എല്ലുകളുണ്ടല്ലോ, അതും അതിനകത്തേക്ക് ദ്രവിക്കുകയാണ്. അങ്ങനെയെല്ലാം പോയി ആ കുഞ്ഞിന്റെ ഇറച്ചിയും എല്ലുകളുമെല്ലാം ആ സുറുക്ക കുപ്പിക്കകത്തേക്ക് അലിഞ്ഞങ്ങു ചേർന്നു. അങ്ങനെ അടയാളമില്ലാതെ വന്നപ്പോ, യാ റസൂലല്ലാഹ് ഫജിഅതുഹാ, ഞാനത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ, ഞാനത് കൊടുത്ത് കച്ചവടം നടത്തി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. മുത്തുനബി ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൺതടങ്ങൾ നിറഞ്ഞു താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. പടച്ചവനെ, എത്ര വലിയ പാപമാല്ലോ. തന്റെ ഭർത്താവിനെ വിവാഹം കഴിഞ്ഞ് പെണ്ണ് വ്യഭിചരിച്ചാ എറിഞ്ഞു കൊല്ലണമെന്നാണ്. ഒരാളെ കൊന്നാൽ അതിന് പകരം കൊലയാട്. പടച്ചവനെ, കച്ചവടത്തിൽ ഇതുപോലെ ചെയ്യുന്നത് പാപമാണ്. 3 പാപം ചെയ്ത പെണ്ണാ, 3 പാപം ചെയ്ത പെണ്ണാ. അല്ലാഹുവിന്റെ പ്രവാചകർ ആ പെണ്ണിനോട് പറഞ്ഞതെന്തെന്നറിയുവോ? നിന്റെ ഹൃദയം എങ്ങനെയാകാൻ, നിന്റെ ഹൃദയം ഇതുപോലെയാകാൻ ഉള്ള കാരണം എന്തെന്നറിയുമോ? മുത്തുനബി ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാ. ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ ഒരു ചെറുപ്പക്കാരനെ വീടിന്റെ അകത്ത് വിളിച്ചു കയറ്റി ശാരീരികമായി ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ടു ഗർഭിണിയായി, ആരും അറിയാതെ കൊണ്ടു നടന്നു. എന്നാണെങ്കിൽ പിന്നെ കഴുകിക്കളയും, അന്നതില്ല, കൊണ്ടിങ്ങനെ നടന്നു. ആരും അറിയാതെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു. 9.5 മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ കോഴിയെ കൊല്ലണ പോലെ കഴുത്ത് നിരിച്ചങ്ങ് കൊന്നു. എന്നിട്ട് കൊണ്ട് കുഴിച്ചിട്ടില്ല. ഈ പെണ്ണന്റെ ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ ഒരു കുപ്പിക്കകത്തിട്ട് അടച്ചങ്ങിട്ട് വെച്ചു. അല്ലാഹുവേ, അതിനകത്ത് കിടന്ന് കുഞ്ഞിന്റെ ഇറച്ചി മുഴുവനും അതിനകത്തേക്ക് അലിഞ്ഞങ്ങ് ചേർന്നു. എല്ലുകൾ മുഴുവനും അലിഞ്ഞു ചേർന്നു. തലയോട്ടി മുഴുവനും അലിഞ്ഞു ചേർന്നു. എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞപ്പോ അല്ലാഹുവേ, ഈ പെണ്ണങ്ങിട്ട് കുടിക്കാൻ കൊടുക്കുക നാട്ടുകാർക്ക് കച്ചവടം നടത്താ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലവിളിച്ചു പോയി. എന്ത് പറ്റിയപ്പോ? ചങ്ങായി എന്ത് പറ്റി? ഇതിന് കുഴപ്പമുണ്ടാ? ബഹള പോയിരിക്കറോ? ഇത് പാമ്പല്ല. എന്ത് പറ്റിയ? ഷോർട്ടായ? കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ കാര്യം നോക്കാം. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ചങ്ങായി ഗൾഫിൽ നിന്ന് ദുബൈയിൽ നിന്ന് വന്നതാ ചങ്ങായി. കയറിയിരിക്കാൻ ഒരു സമാധാനം തരാതെ വിളിക്കണം. അഷ്റഫ് 2 പേരും അൽഹംദുലില്ലാഹ് ഇന്നത്തെ വഅദിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. അല്ലാഹു എത്ര ദൂരം വന്നോ അത്രയും ദൂരം അല്ലാഹു സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമാറാകട്ടെ. ഇരിക്കണമെങ്കിൽ കയറി ഇരുന്നാട്ടാ. അല്ലാഹു തരുന്ന അവസരം കസേര 1ാമത്തെ സഫി ഇരിക്കാം. വന്നിരിക്കും, ഇങ്ങോട്ട് കയറി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ കുഞ്ഞിന്റെ മയ്യത്ത് അതിനകത്തിട്ട് അലിച്ചു ചേർന്നിട്ട് പിന്നെ അതങ്ങിട്ട് വിളമ്പി കൊടുക്കുക കുടിക്കാൻ. പൈസക്ക് വിറ്റു.
പൈസയ്ക്ക് വിറ്റോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണെ, നിന്റെ ഹൃദയം ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയോ? കേട്ടോ ചങ്ങാതി, നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, ഫഇന്നി അറാ അന്നകി തറക്തി സ്വലാത്തൽ അസ്രി, നീ അസ്ർ നിസ്കരിക്കാത്ത പെണ്ണായില്ലേ? ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അസ്ർ നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം കഠിനമായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. അസ്ർ നമസ്കരിക്കുന്ന പെണ്ണായിരുന്നു? അല്ല, അസ്ർ നിസ്കരിക്കാറില്ലായിരുന്നു ആ പെണ്ണ്. അതുകൊണ്ടാ കാരുണ്യം വറ്റിപ്പോയത്, അവരുടെ ഹൃദയം കരിമ്പാറയെ പോലെ ആയിപ്പോയത്. അത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 10-18 വയസ്സുള്ള മോളുടെ കാലി പിടിച്ചിട്ട് ഉമ്മ പറയാ, മോളെ, ഉമ്മാനെ വിട്ടിട്ട് നീ പോകല്ലേ മോളെ. പോകളവി, ഞാൻ പോവും. എന്തേ കാരണം? അസ്ർ നമസ്കരിപ്പിക്കാറുണ്ടോ? സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരും, അടുത്ത വണ്ടിക്കകത്ത് കയറ്റി അങ്ങോട്ട് വിടും. എവിടെ നിസ്കാരം? എന്റെ പ്രിയമുള്ള സഹോദര സഹോദരി, ഓരോ വക്കത്ത് നിസ്കാരം അല്ല വെറുതെ എഴുതി വെച്ചിരിക്കണം തോന്നുന്നുണ്ടോ നിനക്ക്? എന്തിനാ സുബഹിക്ക് 2, ളുഹറിന് 4, അസ്റിന് 4, മഗ്രിബിന് 3, ഇശായിക്ക് 4? ഇതൊന്നും വെറുതെ അല്ല. ഇതിലെ ഓരോ വക്കത്തിനും ഓരോ മഹത്വമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ കേവലം ഒരു ദിവസം ഒരു അസ്ർ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ഗതി ഇതാണെങ്കിൽ ഈ 5 വഖത്ത് നിസ്കരിക്കാത്തവന്റെ ഒക്കെ ഗതി എന്തായിരിക്കും? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, മക്കളെ, നമസ്കാരം അതേ ഉള്ളടാ ജീവിതത്തിൽ രക്ഷപ്പെടാൻ. ഏത് വിഷയത്തിനുമുള്ള പരിഹാരം നമസ്കാരമാണ്. ഏത് വിഷയത്തിനുമുള്ള പരിഹാരം നിസ്കാരം. ആ നിസ്കാരമാണ് സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന ദിവസവും അള്ളാഹുവെ അവസാനത്തെ വഖത്തും നിസ്കരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, സുജൂദുകൾ അധികരിപ്പിക്കുക. വെറും ഫർദ് മാത്രം നിസ്കരിക്കണ മഹാന്മാരുണ്ട്. ഇഖാമത്ത് കൊടുക്കുമ്പോ ചാടിക്കറും സലാം വിട്ടു ഓടാ. പിന്നെ എന്തിനാടാ അല്ല ഈ സുന്നത്ത് വെച്ചിരിക്കണേ? സുബഹിക്ക് മുമ്പ് 2, മഗ്രിബിന് ളുഹറിന് മുമ്പ് 4, ശേഷം 2, അസറിന് മുമ്പ്, മഗ്രിബിന് ശേഷം, ഇശായിക്ക് മുമ്പും ശേഷം. എന്തിനാ അല്ല ഇത് വെച്ചിരിക്കണേ? നിസ്കരിക്കാനല്ലേ ചെറുപ്പക്കാരാ വെച്ചിരിക്കണേ? ഇതങ്ങനല്ല, അങ്ങോട്ട് കയറ ഓടുക. സുന്നത്ത് നിസ്കാരം ഒന്നുമില്ല മക്കളെ, അത് നിസ്കരിക്കടാ. ഒരുപാട് പ്രതിഫലമുണ്ട്. മുത്തുനബി പറഞ്ഞു, 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം ആരെങ്കിലും നിസ്കരിച്ച അവന് ഞാൻ സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് എന്നെ സഹായിച്ചാൽ മതി, ഞാൻ തരാൻ സ്വർഗം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഓരോ നിസ്കാരത്തിനും മഹത്വമുണ്ട്. ഒരു സുന്നത്ത് നമസ്കാരത്തിന് 12 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് മഹാനായ അബൂ നാസിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു സുന്നത്ത് നിസ്കാരത്തിന് 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ? ഒരു പേടി, രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറഞ്ഞാൽ പറ്റൂലല്ലോ ഉസ്താദെ. ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇനി നാളെയെ നിസ്കരിക്കാൻ പറ്റൂ. അപ്പൊ സമാധാനായില്ലേ? ആ സുന്നത്ത് നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു, ഇനി നാളെയെ നിസ്കരിക്കാൻ പറ്റൂ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കോ? എന്നും നിസ്കരിക്കണമെന്ന് ഞാൻ പറയണില്ല. ഒരു വട്ടമെങ്കിലും നിസ്കരിച്ചൂടെ? നാളെ ഒരു വട്ടമെങ്കിലും നിസ്കരിച്ചൂടെ? ചങ്ങാതി, നിസ്കരിച്ചൂടെ? നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കോ. ഒരു വട്ടമെങ്കിലും നിസ്കരിക്കുന്നു. അപ്പൊ ഈ മഴ പൊങ്ങട്ടെങ്ങനെ പൊങ്ങട്ടെ, കൈ കെട്ടിയിരിക്കാതെ പൊക്കടാനിയ. കാരണം അള്ളാഹുവിലൊപ്പം കരുണ കാണിച്ചു കളയത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നിസ്കാരം. ഏതാ നിസ്കാരം? ഈ മഗ്രിബ് നമസ്കാരത്തിന്റെ ഫർദ് കഴിഞ്ഞു, അതിനുശേഷം നിത്യമായി നിസ്കരിക്കുന്ന ഒരു സുന്നത്തുണ്ട്, ഒരു 2 റക്അത്ത്. ആ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഉണ്ട്. അവ്വാബി നമസ്കാരം എന്ന് കിതാബിലൊക്കെ കാണാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം എന്നറിയില്ല, ഈ പ്രായമുള്ള വാപ്പമാര് നിസ്കരിക്കും. 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2-ാമത്തെ റക്അത്തിൽ തബ്ബത്ത് യദാ, 3-ാമത് തബ്ബത്ത് യദാ, അത് പിന്നെ ഇദാ ജാഅ ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 റക്അത്ത് വീതം സുന്നത്തായ നമസ്കാരമാണ്. 6 റക്അത്ത് അവ്വാബി നമസ്കാരം. ആ അവ്വാബി നമസ്കാരം നിസ്കരിച്ചാൽ അവന് 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയുണ്ടെന്ന് ഹദീസിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനിയിപ്പോ നാളെ മുതൽ ഉസ്താദിനോട് ചോദിക്കണം, അതിന്റെ നിയ്യത്ത് എങ്ങനെ? സുന്നത്ത് നിസ്കാരം, വേറെ പ്രത്യേകിച്ച് നിയ്യത്തൊന്നുമില്ല. സാധാരണ സുന്നത്ത് നമസ്കാരമാണ് അവ്വാബി നിസ്കാരം. അതന്നെ അതിന്റെ നിയ്യത്ത്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നാളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 1ാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണോ സുജൂദുകൾ അധികരിപ്പിക്കുന്നത്, 5 വഖത്ത് ആരാണോ നമസ്കരിക്കുന്നത്, അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു 5 വഖത്ത് നിസ്കരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. 2